എനിക്ക് ഏറെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ അമ്മ എന്ന നോവൽ തുടരുന്നു. 7-ാം ഭാഗം, നോവൽ അധ്യായം 14. പ്രിയമുള്ളവരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. വളരെ സന്തോഷം കേട്ടോ. ഞാൻ ഈ നോവൽ എൻ്റെ 2ാമത്തെ ചാനലിൽ വായിച്ചതായിരുന്നു. ആ ചാനലും എന്തോ കാര്യം പറഞ്ഞ് പോയി. എന്തായാലും നിങ്ങളിപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ദേവി ഇതൊന്ന് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ലളിതയെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. മിസ്ഡ് കോൾ കണ്ടാൽ വിളിച്ചോളും. ശരിക്കും ഒരു സഹോദരിയെ പോലെയാണ് ലളിത. എന്തെങ്കിലും അസുഖമുള്ളപ്പോൾ ഭക്ഷണം വയ്ക്കാൻ അയക്കില്ല. ഒരിക്കൽ ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഹോസ്പിറ്റലിൽ കൂടെ നിന്നതും ലളിത പൈസയ്ക്ക് ബുദ്ധിമുട്ടുമ്പോൾ സഹായിച്ചിട്ടുണ്ട്. ഒറ്റ പൈസ ഇല്ലാതെ തിരിച്ചു തരും. അഭിമാനിയായിരുന്നു. പച്ചക്കറി വാങ്ങാൻ കാശില്ലാതെ, കറികളൊന്നുമില്ലാതെ സംഭാരവും പച്ചമുളകുമായി ഉണ്ണും. ചായയും കാപ്പിയും ഒന്നും വീട്ടിൽ പതിവില്ല. മാമി സംഘടിപ്പിച്ചു കൊടുത്ത റേഷൻ കാർഡ് വെച്ച് ജീവനം. തമിഴ്നാട്ടിൽ റേഷൻ പാവങ്ങൾക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു. കുറഞ്ഞ ചിലവിലും ജീവിക്കാം. അത് പഠിപ്പിച്ചത് ലളിത. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും വാടക 1-ാം തീയതി തന്നെ കൊടുക്കും. മുടക്കം വരുത്തില്ല. ലളിതയുടെ ഉയർച്ച, ലളിതയുടെ അത്യധ്വാനത്തിൻ്റെ മഹത്വം. ഇവിടേക്ക് മാറിയ ശേഷം ഇടയ്ക്കിടയ്ക്ക് ലളിത വരും. എനിക്ക് നീയും നിനക്ക് ഞാനുമല്ലേ ഈ മഹാനഗരത്തിൽ ബന്ധുക്കളായുള്ളൂ. ചുരിദാറുകൾ എടുക്കേണ്ടി വരാറില്ല. സ്റ്റുഡൻസ് തരുന്ന തുണികൾ തയ്ച്ചു തരുന്നതും ലളിത തന്നെ. തുന്നൽക്കൂലി വാങ്ങില്ല. ഇല്ലാത്ത കാലത്ത് വാങ്ങിക്കഴിഞ്ഞു എന്ന് പറയും. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞിരുന്നു. ഫോൺ അടിച്ചു. ലളിത തന്നെ. അമ്മ പോയി ലളിതേ. ചേച്ചി വന്ന് കൊണ്ടുപോയോ? അല്ല ലളിത, മരിച്ചുപോയി. എന്നേ? ഇന്ന് 6 സംസ്കാരം ഇവിടെ തന്നെ. നാട്ടിലേക്ക് കൊണ്ടുവേണ്ട എന്ന മക്കൾക്ക്. അവർ വന്നു ഇങ്ങോട്ട്. നീ എന്തേ എന്നോട് പറയാഞ്ഞത്? എനിക്ക് ആരോടും പറയാൻ തോന്നിയില്ല. അവരൊക്കെ പോയപ്പോൾ വിഷമായി. എല്ലാവരെ പോലെയുമാണോ ഞാൻ? എനിക്കുള്ള ചോറ് വെച്ചോ? ഞാൻ അങ്ങോട്ട് വരുന്നു. ആരും ഇല്ലല്ലോ. അവിടെ കുറച്ച് ദിവസം ഞാനുണ്ടാവും. നിന്നോട് കുറച്ച് അധികം സംസാരിക്കാനുണ്ട്. വളരെ സീരിയസ് ആയ കാര്യങ്ങൾ. ശരി വാ, ഞാൻ ചോറും കറിയും വയ്ക്കാം. അടുക്കളയിൽ ചെന്ന് അരി കഴുകി അടുപ്പത്തിട്ടു. ഫ്രിഡ്ജ് തുറന്നപ്പോൾ പച്ചക്കറിയൊന്നുമില്ല. ഇനി വാങ്ങിയിട്ട് എളുപ്പമല്ല. തേങ്ങയുണ്ട്, നല്ലൊരു അരച്ച് കലക്കി ഉണ്ടാക്കാം. കയ്പ്പയ്ക്ക കൊണ്ടാട്ടവും മുളക് കൊണ്ടാട്ടവും വറുക്കാം. തൈരുണ്ട്. ലളിതയ്ക്ക് ചെറിയേച്ചിയുടെ കടുമാങ്ങ കണ്ടാൽ വേറൊന്നും വേണ്ടി വരില്ല. അടുക്കള പണി ഒതുക്കി എല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ച് കിടക്കുമ്പോഴേക്കും ലളിത എത്തി. 1-2 ബാഗുമായാണ് വരവ്. ഡ്രസ്സിൻ്റെ ബാഗ് റൂമിൽ വെച്ചു. പച്ചക്കറിയുടെ സഞ്ചി അടുക്കളയിലേക്കും വെച്ചു. പ്രത്യേകിച്ച് വല്ലതും ഉണ്ടായോ? ഇല്ല, ചെറിയ ശ്വാസം മുട്ടൽ. ഡോക്ടർ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, എല്ലാം വീക്കാണ്. അറിയിക്കാനുള്ളവരെ അറിയിക്കാൻ. അറിയിച്ചാലും അവർ അമ്മ മരിച്ചതറിഞ്ഞേ വന്നുള്ളൂ. NSSൽ മെമ്പറായ കാരണം ബുദ്ധിമുട്ട് കൂടാതെ എല്ലാം ഏർപ്പാടാക്കി. അവരൊക്കെ തിരിച്ചുപോയി. ആരുമില്ല. അമ്മ, മക്കൾ, സഹോദരങ്ങൾ ഒക്കെ വെറുതെ. നീ എനിക്കൊരു കാപ്പിതാ. ഈ നേരത്ത് വേണ്ടിയിരില്ലെന്ന് വെച്ചിട്ടാ. ദാ ഇപ്പം തരാം. കാപ്പി കൊണ്ടുവരുമ്പോൾ ലളിത ബെഡ്റൂമിൽ അമ്മയുടെ കട്ടിലിൽ കണ്ണ് നിറഞ്ഞിരുന്നു. ഇവിടെ എത്തുമ്പോൾ എനിക്കൊരു അമ്മയുണ്ടല്ലോ എന്നൊരു സന്തോഷമായിരുന്നു. അതും പോയി. കാപ്പി വാങ്ങി ഒറ്റ വീർപ്പിന് കുടിച്ചു. നിനക്ക് ഊണ് കഴിക്കാൻ ധൃതിയില്ലല്ലോ? ഒട്ടുമില്ല. എനിക്ക് കുറേ ചൊരിയാനുണ്ട് നിൻ്റെ മുന്നിൽ. നീയല്ലാതെ ആരുമില്ലല്ലോ എനിക്ക് പറയാൻ. അടുത്തു ചെന്നിരുന്ന് ചുമലിൽ കൈവച്ചു. ലളിത കണ്ണ് നിറച്ച് കാണുന്നത് ആദ്യമായി. എൻ്റെ അമ്മയും മരിച്ചു പോയത്രേ. 1 കൊല്ലം മുമ്പ്. ഒരു വൃദ്ധസദനത്തിലായിരുന്നു. ഇന്നലെ രുക്മിണി വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. രുക്മിണിയെ അറിയില്ലേ? മാമിയെ കാണാൻ വരാറുള്ള സ്ത്രീയല്ലേ? ലളിതയെ ചെന്നൈയിലെത്തിച്ചയാൾ. അതെ. രുക്മിണി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനില്ല. വിഷം കഴിച്ചോ, റെയിലിന് തലവെച്ചോ 2 മക്കളും ഒരമ്മയും തീർന്നേനെ. നിനക്കറിയില്ല, മാമിക്ക് വരെ അറിയില്ല എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച നേരത്ത് വെറുതെ STD ബൂത്തിൽ കയറി രുക്മിണിയെ ഒന്ന് വിളിച്ചതാണ്. ചെന്നൈക്ക് വരാൻ ട്രെയിനുള്ള കാശുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ. വേണ്ടാത്തതൊന്നും ചിന്തിക്കല്ലേ. അന്ന് മോന 8 വയസ്സ്, മോൾക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടില്ല. എനിക്ക് ധൈര്യം ഉണ്ടായിട്ടല്ല, എന്നാലും മരിക്കാനുള്ള പേടി കാരണം ചെന്നൈക്ക് വന്നതാ. എന്ത് ധൈര്യത്തിലാണ് രുക്മിണി എന്നെ വരുത്തിയതെന്നും കൂടി അറിഞ്ഞൂടാ. രുക്മിണി എന്നെ മാമിയുടെ അടുത്താക്കി. അവളുടെ അയൽക്കാരിയാണ്, അടുത്ത കൂട്ടുകാരി. അന്യജാതിക്കാരനെ കല്യാണം കഴിച്ച് നാടുവിട്ടതാ. അയാൾ മരിച്ചുപോയി. 2 കുട്ടികളുമായി അവൾ മരിക്കും ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ.
മാമിക്ക് ഭാരമാവില്ല. അവൾക്ക് പണി ഞാൻ വാങ്ങിക്കൊടുത്തോളാം. വാടക വീട് ഒഴിയും വരെ മാമിയുടെ കൂടെ താമസിപ്പിക്കണം. രുക്മിണിയെ മാമിക്ക് നല്ല ഇഷ്ടമായ കാരണം എന്നെയും താമസിപ്പിച്ചു. വാടകക്കാർ പോയപ്പോൾ ഞാനും കുട്ടികളും അങ്ങോട്ട് മാറി. രുക്മിണി കൊടുത്ത കാശ് മാമ വാങ്ങിയില്ല. ഞങ്ങളോട് അഡ്വാൻസും. തയ്യൽ പഠിച്ച വിവരം രുക്മിണിക്ക് അറിയാമല്ലോ. രുക്മിണി മിഷനും വാങ്ങിത്തന്നു. മോള് ചെറുതായ കാരണം വേറെ ഒരു പണിക്കും പോകാനും പറ്റില്ലല്ലോ. എനിക്ക് കസ്റ്റമേഴ്സിനെ പിടിച്ചു തരാനും കടയിൽ പണി പിടിച്ചു തരാനും മാമി നന്നായി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മാമിയും ഒരിക്കൽ മരിക്കാൻ തീരുമാനിച്ചതാ. ഒറ്റപ്പെട്ടാലത്തെ വിഷമം അവർക്കറിയാമെന്ന്. ഞാൻ കാറ് വാങ്ങിയപ്പോൾ മാമിയെ കുറേ അമ്പലങ്ങളിൽ കൊണ്ടുപോയി. നീ കടം വീട്ടണല്ലേ എന്ന് ചോദിക്കും എന്നോട്. കടം വീട്ടണമെങ്കിൽ മാമിക്ക് അരുതാത്ത കാലത്ത് ഞാൻ നോക്കണമെന്ന് ഞാനും പറഞ്ഞു. മാമിയുടെ ആങ്ങളെയും ഭാര്യയും വന്ന് കൂടിയ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവരിപ്പോൾ നന്നായി നോക്കണുണ്ട്. കോടി വില കിട്ടില്ലേ മാമിയുടെ കാലം കഴിഞ്ഞാൽ? ആ സ്നേഹമാവും. ഫ്ലാറ്റ് വാങ്ങിയാൽ മാമിയെ കുറച്ച് ദിവസം കൊണ്ടുവന്ന് താമസിപ്പിക്കണം. ഞാൻ വാങ്ങിയ കാലത്ത് വിളിച്ചതാ. പിന്നെ ആവാമെന്ന് പറഞ്ഞു. ജാതി കോംപ്ലക്സ് ആവുമെന്ന് വിചാരിച്ച് ഞാൻ നിർബന്ധിച്ചില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. വയ്യെങ്കിലും നമ്മൾ ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വേണ്ടാന്നല്ലേ പറയാറ്. പിന്നെ പോയി എന്നോട് ചോദിച്ചു വാങ്ങിയുണ്ട് തുടങ്ങി. വയ്യാതായില്ലോ. നീ എന്താ ഞാൻ മരിക്കാൻ തീരുമാനിച്ചു എന്തുകൊണ്ടെന്ന് ചോദിക്കാത്തത്? ഞാൻ അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ ലളിത പറയും എന്നെനിക്ക് ഉറപ്പുള്ളതുകൊണ്ട്. മോന് കല്യാണം നോക്കണം. ഈ ലീവിൽ വരുമ്പോൾ ഫ്ലാറ്റ് വാങ്ങണം. അതവൻ ലോൺ വാങ്ങാമെന്നാ ഉദ്ദേശം. എൻ്റെ കയ്യിൽ കാശ് പോരാത്തതിന് ലോണും എടുത്ത് സ്റ്റിച്ചിങ് സെൻറ്റർ താഴെയും മീതെ കുട്ടികൾക്ക് താമസിക്കാൻ സൗകര്യവും ചെയ്യാവുന്ന ബിൽഡിങ്, അതാണ് പ്ലാൻ. ഒരു സ്ഥലം നോക്കിയിട്ടുണ്ട്. 50 ലക്ഷം വില പറയണോ? ഞാൻ 40 കൊടുക്കുമെന്ന്. നീ എൻ്റെ കൂടെ വന്ന് നോക്കണം. നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ വില നിലവാരം അറിയണം. ബിൽഡറെ കണ്ടുപിടിക്കണം. ലോൺ എടുക്കണം. പണിയിക്കണം. കുറേ കടമ്പയുണ്ട്. പിന്നെ മോനൊരു കല്യാണം നോക്കണം. അതാണ് വലിയ പ്രശ്നം. അതിനെന്ത് പ്രശ്നം? ഇത്രയും സുമുഖൻ, നല്ല ജോലി, അനിയത്തി ഡോക്ടറാവാൻ പോണു, അമ്മ ബിസിനസ് മാഗ്നറ്റ്, കൊത്തിക്കൊണ്ടു. നിനക്കറിയാത്ത വലിയൊരു ചോദ്യചിഹ്നമുണ്ട് രാജു. ഭക്ഷണം കഴിച്ച് ഇത്തിരി റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് പറയാം എല്ലാം. ഒരാഴ്ചയായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ട്. ഞാൻ ഉറങ്ങിയാൽ എന്നെ വിളിക്കണ്ട. ഉണർന്നിട്ട് പറയാമല്ല. മണിയേട്ടൻ കൂടാതെ രാജു എന്ന് വിളിക്കുന്ന ഒരാൾ ലളിത മാത്രം. മകൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധുവും. നോവൽ അധ്യായം 15 കടക്കുന്നു. പ്ലേറ്റ് വെച്ച് ഉണ്ണാനിരുന്നു. ഇന്നലെ മീനാ മാമി, ഇന്ന് ലളിത, നാളെ ആരാണാവോ? ദൈവം വെച്ച് നീട്ടുന്ന സൗജന്യങ്ങൾ. കൂട്ടാനൊന്നുമില്ല. പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് വയ്യാതായ ശേഷം കഞ്ഞി തന്നെ ആയിരുന്നു 2 നേരവും. ലക്ഷ്മിക്കും പരാതിയില്ല. മരിച്ചെന്നും പിറ്റേന്നുമൊക്കെ പകർച്ച വാങ്ങി. അവർ പോകുന്നെന്ന് മാത്രം അരി വെച്ചു. 2 ദിവസം പട്ടിണി കിടന്നു. കട്ടൻ കാപ്പി മാത്രമായി. ഇന്നലെ കാലത്താണ് പുറത്തുപോയി പാലും മാവും വാങ്ങിയത്. ഇന്നലെ മീനാ മാമി ഭക്ഷണം കൊണ്ടുവന്നു. ഇന്നും കൊണ്ടുവരാമെന്ന് പറഞ്ഞതാ. എനിക്കെന്തെങ്കിലും പണി വേണ്ടേ? വിളമ്പി കഴിഞ്ഞപ്പോൾ ഞാനുണ്ടിരുന്നത് നീ കണ്ടിട്ടില്ലേ? ഒരു പച്ചമുളകും 2 കല്ലുപ്പും സംഭാരവും. ഞങ്ങൾക്കത് ധാരാളം. ഭക്ഷണത്തിന് രുചി നൽകണത് വിശപ്പാ, വിളമ്പുന്ന ആളുടെ സ്നേഹവും. ഞാൻ മോള് പോയ പിന്നെ ഇതുപോലെ തന്നെയാണ് ഭക്ഷണം. ഒരാൾക്ക് തന്നെ എന്ത് കൂട്ടാനാ വയ്ക്കുക? ഇപ്പോഴ് ഒന്നിനും കുറവില്ല. കുട്ടികൾ നിറച്ച് ഭക്ഷണം കഴിക്കേണ്ട കാലത്ത് കൊടുക്കാനില്ലാതെ പോയി. കാശ് നിറച്ചായപ്പോൾ അവരും അടുത്തില്ലാണ്ടായി. അതിന് വിഷമിക്കണ്ടല്ലോ. അവർ നല്ല സൗകര്യത്തിനുള്ള ജീവിതമല്ലേ. ഒറ്റപ്പെടലാ പ്രശ്നം. മോൻ പോയ വിഷമം അറിഞ്ഞില്ല, അമ്മയുള്ളതുകൊണ്ട്. നിനക്കും മോള് പോയതാവും കഷ്ടം. അതെ, അതുവരെ പ്രശ്നമല്ല. 2 ആൾക്കും 2 നേരത്തേക്ക് ഒരുമിച്ച് വെക്കും, ചോറും കൂട്ടാനും. ഇപ്പോഴേ ഉച്ചക്കലത്തെ ചോറ് വൈകിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടണില്ല. ഞങ്ങൾ മുമ്പേ ഒരു നേരത്തെ ഊണുള്ളൂ. എനിക്ക് നിൻ്റെ പോലെ പലഹാരങ്ങൾ ഉണ്ടാക്കാനും കൂട്ടാനുണ്ടാക്കാനും ഒന്നും അറിഞ്ഞൂടാ. ബോംബെയിൽ ചപ്പാത്തിയല്ലേ കൂടുതലും. പിന്നെ ചോറും പരിപ്പും. ഞാൻ നിൻ്റെ അടുത്ത് നിന്നൊക്കെ പഠിക്കാൻ പോവാ. രാത്രി സ്ഥിരം നവധാന്യം പൊടിച്ച് കുറുക്കി ഉപ്പിട്ട് കഴിക്കും. ചില ദിവസം പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കും. അല്ലെങ്കിൽ ഓട്സ്. ഉച്ചയ്ക്ക് തൈരും ചോറും കടുക് വറുത്തിടും ചിലപ്പോൾ. അച്ചാർ സ്ഥിരം വാങ്ങി വയ്ക്കും. നിൻ്റെ കടുമാങ്ങ പകുതി ഞാൻ അടിച്ചെടുക്കും കേട്ടോ. എൻ്റെ അടുത്ത് ചോദിക്കേ വേണ്ട, നിനക്ക് എടുത്തുകൊണ്ട് പോവാം. എൻ്റെ വീട്ടിലൊരു മരുമോള് വന്നാൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറയണത് മോശമല്ലേ? ഗൂഗിളല്ലേ എല്ലാം പഠിപ്പിക്കാൻ. പിന്നെന്താ? എന്നാലും നിൻ്റെ അടുക്കളയിൽ നിന്ന് പഠിക്കാനാണ് ഉദ്ദേശം.
കുറച്ച് ദിവസം കാറ് കുറച്ച് കൂടുതൽ ദൂരം ഓടണമെന്നല്ലേ ഉള്ളൂ. എൻ്റെ മണ്ട മാരുതിക്ക് ഇത്തിരി പെട്രോളേ വേണ്ടൂ. അരി എടുത്തപ്പോൾ കുറച്ച് കൂടുതലെടുത്തു. ശേഷിച്ചാൽ വൈകുന്നേരം എടുക്കാമെന്ന് കരുതി. ഉണ്ടുവന്നപ്പോൾ മുഴുവൻ ചിലവായി. രണ്ടുപേരും നന്നായി കഴിച്ചു. പാത്രങ്ങളൊക്കെ കഴുകി ഡൈനിങ് ഹാളിൽ വന്നപ്പോൾ ലളിത ബാഗ് തുറന്ന് 2 പെട്ടി സ്വീറ്റ്സുമായി വന്നു. ജിലേബി തുറന്ന് ഓരോന്നെടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പോൾ തുടങ്ങിയ പൊട്ട സ്വഭാവമാണ്. ഭക്ഷണം കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം വേണമെന്ന് ഞാൻ സ്ഥിരം വാങ്ങി വയ്ക്കും. പണക്കാരുടെ ശീലങ്ങൾ വന്നു തുടങ്ങി. അതും ശരിയാ. ഒറ്റ ബേക്കറി സാധനങ്ങൾ വാങ്ങിയിരുന്നില്ല. ഇഷ്ടമല്ലാണ്ടല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. കുട്ടികൾക്ക് കാഡ്ബറിക്ക് എന്ത് കൊതിയായിരുന്നു. 2-3 മാസം കൂടുമ്പോഴാണ് ഓരോന്ന് വാങ്ങിക്കൊടുക്കുക. ഇപ്പോഴും ഫ്രിഡ്ജ് സ്ഥിരം സ്റ്റോക്കാണ്. തിന്നാനാളില്ല. ഞാൻ സ്റ്റിച്ചിങ് സെൻറ്ററിലെ പിള്ളേർക്ക് സ്വീറ്റ്സും ചോക്ലേറ്റും വാങ്ങിക്കൊടുത്ത മക്കളോടുള്ള കടം തീർക്കണത്. കല്യാണം നോക്കി തുടങ്ങിയോ രാഹുലിന്? അതിനാണ് നിൻ്റെ അടുത്ത് വന്നത്. നിനക്ക് ഞങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. രാഹുലിൻ്റെ അച്ഛൻ മരിച്ചുവെന്ന് ഞങ്ങൾ നുണ പറഞ്ഞതാ. ജീവിച്ചിരിപ്പുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ പിരിഞ്ഞതാ. നീണ്ട കഥയാ. കേൾക്കാൻ ഒരുങ്ങിക്കോ. വലിയ സാമ്പത്തിക ഭദ്രതയില്ലാത്തൊരു നായർ തറവാട്ടിൽ അച്ഛൻ മരിച്ചുപോയ 2 പെൺകുട്ടികൾ. തറവാട്ടിലെ അടുക്കളക്കാരിയായി അമ്മ. ചോറിനും കഞ്ഞിക്കും മുട്ടില്ല. 10ാം ക്ലാസ് പാസ്സായപ്പോൾ അമ്മായിയുടെ ഏടത്തിയുടെ മകൻ്റെ കല്യാണാലോചന. അമ്മയ്ക്ക് ഒരു മകൻ, ബോംബെയില ജോലി. എല്ലാവരും കൂടി കല്യാണം കഴിച്ചു വിട്ടു. വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ജീവിതമായിരുന്നു. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലി. ഒറ്റ മുറിയിലെ താമസമായിരുന്നാലും ഒന്നിനും മുട്ടില്ല. രാഹുലിനെ പ്രസവിച്ച ശേഷമാണ് ഏട്ടന് ഗൾഫിൽ റിഗിൽ ജോലി കിട്ടുന്നത്. ബോംബെയിൽ ഒറ്റയ്ക്ക് തന്നെ നിന്നു. നാട്ടിൽ 2 വീടും കൂട്ടുകുടുംബങ്ങൾ. ചേരാൻ ബുദ്ധിമുട്ട്. ഏട്ടന് റിഗിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് കൊണ്ടും പ്രശ്നവുമില്ല. ഒരു 1 റൂം അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. ഭേദപ്പെട്ട ജീവിതം. അതിനിടയ്ക്ക് 2ാമത് ഗർഭിണിയായത്. പ്രസവം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വരുമ്പോൾ അനിയത്തെ കൂടെ കൂട്ടി. അവൾ ഡിഗ്രി പാസ്സായിരുന്നു. ബോംബെയിൽ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാം, ഒരു സഹായം ആവുമല്ലോ. അമ്മ തറവാട്ടിൽ സഹിച്ചിരുന്ന അവഹേളനങ്ങൾ അങ്ങേയറ്റത്തെത്തിയിരുന്നു. 10ാം ക്ലാസ് പാസ്സായി നിൽക്കുന്ന കാലത്ത് അടുത്ത ടൈലറിംഗ് ഹൗസിൽ ഒരു സ്ത്രീയുടെ അടുത്ത് സഹായിക്കാൻ ചെന്നിരുന്ന് തയ്യൽ പഠിച്ചതാ എൻ്റെ ക്വാളിഫിക്കേഷൻ. സരള വന്നപ്പോൾ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൻ്റെ ഭയം തീർന്നു. ജോലിക്ക് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ഹിസ്റ്ററിയോ മറ്റോ ആയിരുന്നു സബ്ജക്റ്റ്. അത്ര മിടുക്കുമില്ല. ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ലീവിൽ വരുമല്ലോ. അവർ തമ്മിൽ മറ്റൊരു ബന്ധം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൾക്ക് ഗർഭമായപ്പോഴാണ് അറിഞ്ഞത്. ഏട്ടനാണെന്നറിഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടി. അബോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ 2 പേരും സമ്മതിച്ചില്ല. ഏട്ടൻ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അത്രേ. നിനക്ക് വേണമെങ്കിൽ സഹകരിച്ച് ഇവിടെ താമസിക്കാമെന്ന്. 9 കൊല്ലം ഒരുമിച്ച് കഴിഞ്ഞ് 2 കുട്ടികളെ പ്രസവിച്ച് എന്നോടാണ് പറയുന്നത്. ആദ്യം മക്കളെ അവിടെ ഇട്ട് തനിയെ മരിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ തോന്നി ചേച്ചിയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത അനിയത്തിയല്ലേ, അവരെ സംരക്ഷിക്കണത് വേണ്ട, അവരെ ദുരിതത്തിലാക്കിയിട്ട് പോണ്ട, കൂടെ കൊണ്ടുപോകാം എന്ന്. കഴുത്തിൽ കല്യാണത്തിന് തറവാട്ടിൽ നിന്ന് ഇട്ട് തന്ന മാല അയാൾ ദുബായ്ക്ക് കൊണ്ടുപോകാൻ വിറ്റിരുന്നു. അയാൾ എടുത്ത് തന്ന ആഭരണങ്ങൾ അഴിച്ചു വെച്ചു. കാതിൽ കിടന്ന 2 റിങ്ങുകളും കല്യാണ മോതിരവും 2 വളകളും കയ്യിൽ വെച്ചു. ഒരു റിങ് വിറ്റ കാശും കൊണ്ട് റെസ്റ്റോറൻറ്റിൽ കയറി മകൻ ആഹാരം വാങ്ങിക്കൊടുത്തു. മോൾക്ക് ബിസ്ക്കറ്റ് വാങ്ങി. പുറത്ത് കിടന്നപ്പോഴാണ് പുറത്തെ STD ബൂത്ത് കാണുന്നത്. സ്കൂളിൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുക്മിണി. ഒരു തവണ നാട്ടിൽ പോയപ്പോൾ കണ്ട് നമ്പർ വാങ്ങിയ ശേഷം രുക്മിണി വിളിക്കാറുണ്ട്, ചിലപ്പോഴങ്ങോട്ടും. രുക്മിണിയുടെ നമ്പർ കാണാപ്പാഠമാണ്. രുക്മിണിയെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അവൾ ദേഷ്യപ്പെട്ടു. ചെന്നൈയിലേക്ക് വരാൻ വണ്ടിക്കൂലിക്ക് കാശുണ്ടെങ്കിൽ വണ്ടിയിൽ കയറി വാന്ന് ഫോൺ വിളിക്ക്. മറ്റേ റിങ്ങും കൂടി വിറ്റ് വണ്ടി കയറി. അവൾ വാക്കു പാലിച്ചു. പിന്നത്തെ ചരിത്രം നിനക്കറിയാലോ. സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ നാട്ടിൽ പോകണം, അമ്മയെ കാണണം എന്നൊക്കെ വിചാരിച്ചതാ. അതിനിടയ്ക്ക് നാട്ടിൽ പോയി വന്ന രുക്മിണിയാണ് പറയുന്നത്, അനിയത്തിയും ഭർത്താവും കൂടി നാട്ടിൽ വന്ന് ഞാൻ ആരുടെയോ കൂടെ ഓടിപ്പോയി, എൻ്റെ മകൾ അയാളുടെ അല്ല സങ്കല്പ കാമുകൻ്റേതാണെന്ന് നുണ പരത്തി. ഒരു വയറ്റിൽ പിറന്നതല്ലേ ഞങ്ങൾ. അവൾക്ക് എങ്ങനെ എന്നെപ്പറ്റി ഇങ്ങനെ പറയാൻ കഴിഞ്ഞു? എൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തതും പോരാതെ എന്നെ ഇങ്ങനെ മോശക്കാരിയാക്കിയില്ലേ. പിന്നെ ഞാൻ നാടിനെ പറ്റി ചിന്തിച്ചില്ല. ഇടയ്ക്കൊരു തേങ്ങലായി അമ്മ എന്ന മിണ്ടാപ്രാണി കടന്നു വരും. വെണ്ണീർ പുരണ്ട മുടിയും ഒഴിഞ്ഞ കഴുത്തും മുഷിഞ്ഞ വേഷവുമായി നടക്കുന്ന അടുക്കളക്കോലം. ഗുരുവായൂരപ്പനെ പോലും വിളിക്കാതെയായി. കുറച്ച് ദിവസം മുമ്പ് രുക്മിണി നാട്ടിൽ പോയി വന്നപ്പോഴാണ് അമ്മ മരിച്ച വിവരം അറിഞ്ഞത്. വയ്യാതായപ്പോൾ വലിയമ്മയുടെ മക്കൾ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയത്രേ. അന്നൊന്നും ചെന്നില്ലെങ്കിലും അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ ഓഹരി വിറ്റ് കാശാക്കാൻ അനിയത്തി ചെന്നത്രേ. നായർ ഗൾഫിൽ നിന്നൊക്കെ പോന്ന് കുടിച്ച് ലിവറൊക്കെ പോയി ഇരിപ്പായി. മകളാ അത്രേ, വലുതായി.
അനിയത്തി അവിടെ ഒരു കടയിൽ സെയിൽസ് ഗേളായി പോയി ആണ് അച്ഛനെയും മോളെയും പുലർത്തുന്നത്. തറവാട് പങ്കുവെച്ച കാലത്ത് ഞാനും അനിയത്തിയും മൈനറായിരുന്നു. വിൽക്കാൻ 3 ആളും ഒപ്പിടണം. വല്യമ്മയുടെ മകനും സ്ഥലം വിറ്റ് കാശാക്കാൻ നോക്കിയതാ. നല്ല വിലയുണ്ടത്രേ അവിടെ. പക്ഷേ ലളിത ഒപ്പിടാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രേ. അങ്ങനെ ലളിതയ്ക്കിപ്പോൾ നിലയും വിലയും ഒക്കെയായി. രുക്മിണി പറയുന്നുണ്ട്, 13 കൊല്ലമായി ഒരു വിവരവുമില്ലാത്ത ആളാണെങ്കിൽ ഗസറ്റിലും പത്രത്തിലും പരസ്യം ചെയ്തിട്ട് വന്നില്ലെങ്കിൽ വിൽക്കാമത്രേ. ഇവിടെയാണ് എൻ്റെ ചരിത്രം ചെന്ന് നിൽക്കുന്നത്. എൻ്റെ മകന് ഒരു കല്യാണം ആലോചിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞ് അന്വേഷിച്ചാൽ എത്ര മോശമായ അഭിപ്രായമാണ് കിട്ടുക. ചിലപ്പോൾ തോന്നും അനിയത്തിയെ അന്വേഷിച്ച് പിടിച്ച് എൻ്റെ നായര് നീ എടുത്ത പോലെ മുതലും എടുത്തോ, എവിടെ അച്ഛൻ ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറയണമെന്ന്. നീ അമ്മയെ പരിചരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നിന്നെ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ച് പറയാത്തതാ. സ്ഥലത്തിന് 50 ലക്ഷമൊക്കെ വില വരും ഇത്രേ. ഈ ഭൂമിയുടെ ഉടമ വൃദ്ധസദനത്തിൽ കിടന്ന് മരിച്ചു. ശാപം കിട്ടിയ മുതല. എനിക്കൊറ്റ പൈസ വേണ്ട. മകനും മകളും ഒരേ അഭിപ്രായം. അവർ പറയണത് അമ്മ നാട്ടിൽ പോയി ചെറിയമ്മയെ കണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് സത്യം പറയിച്ച് മാപ്പ് ചോദിപ്പിക്കണമെന്ന്. നാട്ടുകാർ അറിയട്ടെ എന്ന്. എനിക്കിനി നാടകം കളിക്കാനെന്നുള്ള മാനസികാവസ്ഥയില്ല രാജു. ലളിത പൊട്ടി പൊട്ടി കരഞ്ഞു. പുറത്തു തട്ടി സമാധാനിപ്പിച്ചു. തൽക്കാലം നീ ഒന്നിനും നിൽക്കണ്ട. ഭൂമി അവിടെ തന്നെ കിടക്കട്ടെ. അല്ല, അനിയത്തി സാമർഥ്യം കാണിച്ച് വിൽക്കണമെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിലും വലിയതല്ല ഈ മുതൽ. ശാപം തട്ടിയത് തന്നെ. പിന്നെ മകൻ്റെ കല്യാണക്കാര്യം, അവന് പെണ്ണിനെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്നെ ഏൽപ്പിക്കുക. ഞാൻ ഏറ്റു. ഞാൻ പഠിപ്പിച്ചു വിട്ട ഏതെങ്കിലും ഒരു കുട്ടിയെ നിനക്ക് ഏൽപ്പിക്കാം. സ്വത്തും മുതലും നിനക്ക് പ്രശ്നമല്ലല്ലോ. എൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്, അടുത്ത് തന്നെ വരും. നാട്ടിൽ വളർന്ന കുട്ടി. നീ ഏത് കുട്ടിയെ കാണിച്ചു കൊടുത്താലും എൻ്റെ മുൻ കെട്ടും. എന്നാൽ സമാധാനമായിട്ട് കിടക്ക്. കുറച്ച് ദിവസം നീ ഉണ്ടെങ്കിൽ എനിക്കും ധൈര്യമായി.